അളിയോ ഇതെന്താ തിരിഞ്ഞു നടക്കുന്നത്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ അളിയ, വാ ഇരിക്ക. പെങ്ങളെ കെട്ടിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ചോദിക്കുന്നത് ശരിയല്ല. എന്നാലും ചോദിക്കാം, മോൾ അടിക്കത്തില്ലോ? നീ ഇങ്ങനെ ചോദിച്ച് അളിയനെ കുഴപ്പിക്കാതാ. ഇതങ്ങോട്ട് പിടിച്ചേ, ഒരു കുഞ്ഞു ലാർജ്. ഇനി പറ, എന്താ അളിയന്റെ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലെന്ന് മാത്രം പറയാനളിയാ. അതെ അളിയ, അളിയന്റെ കയ്യും പിടിച്ച് ഈ വീടിന്റെ ഉമ്മറത്ത് വന്ന് കയറി വലിയ ശൂരത്വം കാട്ടി പെണ്ണ് ചോദിച്ച് കല്യാണം നടത്തി തന്ന അതേ മഹാൻ തന്നെ ഇന്നലെ രാത്രി സ്വന്തം വീടിന്റെ ചായ്പിൽ അളിയനെ ഒറ്റയ്ക്ക് കിടത്തി ഉറക്കിയത് ഈ നാട്ടിൽ ചന്തപ്പാട്ടായിപ്പോ. ഇന്ന് രാവിലെ ഞങ്ങളുടെ പെങ്ങളെയും കൊണ്ട് അളിയൻ ഇവിടെ വന്ന് കയറുമ്പോ അത് കണിയാൻ ദിവസം കുറിച്ചോണ്ടല്ല എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെയും അളിയനെയും ഞങ്ങളുടെ പെങ്ങളെയും ഒരുമിക്കാൻ സമ്മതിക്കാത്തത് അവന്റെ വിലക്കാണ്. ഒരു ദുർമൂർത്തിയെപ്പോലുള്ള അവന്റെ അദൃശ്യ സാന്നിധ്യം. നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുമ്പ്. ഞങ്ങളുടെ പെങ്ങളുടെ കാര്യത്തിൽ താലിയെട്ടിയ മുതൽ അളിയൻ ഞങ്ങളുടെ അളിയനളിയാ. പറ, നിനക്ക് അവനോട് കണക്ക് തീർക്കണ്ടേ? കുട്ടിക്കാലം മുതലേ അനുഭവിച്ചത് ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് വേണ്ടേ? വേണം. താൻ സമാധാനപ്പെടേ, നമുക്ക് എന്തേലും നിവൃത്തി ഉണ്ടാക്കാം. പിള്ളയൊന്ന് എത്തിക്കോട്ടെ, അയാൾ ഒരു പരിഹാരം കാണും. കണ്ടോ പിള്ളേ, രാഖി രാമാനം ആ കുറുപ്പന്മാര് ബണ്ട് കെട്ടിപ്പൊക്കിരിക്കുക. ഇയാളുടേതടക്കം താഴോട്ടുള്ള പാടത്തേക്കും ഒരു തുള്ളി വെള്ളം കിട്ടത്തില്ല. കാവലിന്റെ കുറെ ഗുണ്ടകളും നടപടി പോലും നടത്തിയിട്ടിരിക്കുക. പിള്ളേ, എന്നോടുള്ള പ്രതികാരത്തിന്റെ പേരിൽ ബാക്കിയുള്ള പാവങ്ങളുടെയും അന്നം മുട്ടിച്ചിരിക്കുക ആ വിഷപ്പാമ്പുകൾ. അവന്മാരിപ്പോ പിള്ളേരുടെ ബന്ധുക്കളായി പോയില്ലേ? ഞങ്ങളുടെ കഷ്ടകാലം. മാറി നിൽക്കടാ. തല്ലി ഓടിക്കണവന്മാരെ. സാർ, അവരെ തല്ലരുത്. ഇവിടെ നടന്ന മുഴുവൻ സംഭവങ്ങളുടെയും ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ പറഞ്ഞിട്ട് അവർ ഈ ബണ്ട് പൊട്ടിച്ച് എന്നെ അറസ്റ്റ് ചെയ്യണം. താൻ പറയുമ്പോ തന്റെ സൗകര്യം അനുസരിച്ച് വന്ന് അറസ്റ്റ് ചെയ്യാനേ തന്റെ കുടുംബത്തിൽ നിന്നല്ല എനിക്ക് ചോളയണി തരുന്നത്. എന്റെ നോട്ടത്തിൽ ബണ്ട് പൊളിച്ചതും ജനങ്ങളെ അക്രമത്തിന് പ്രേരിപ്പിച്ചതും ഇയാളാ. ഗതി പിടിക്കാത്ത പന്ന പരട്ട കളവ ഈ വിൻസെന്റ് ആരാണെന്ന് നീ ശരിക്കും അറിയാമോ? ചുരുട്ടിയെടുത്ത ആത്രനായി പന്നപ്പണിയെ. വിൻസെന്റ് മനസ്സിലൊന്ന് ഓങ്ങി വെച്ചാ വൈകാതെ കൈവാക്കിന് കൊണ്ടതരും. തങ്ങാതെ മെഴുകുതിരി കത്തിക്കുന്നതിന് പുണ്യാളൻ ഉറപ്പിച്ച് തന്നിട്ടുള്ള ഒരു കരാറാത്. വിൻസെന്റ് സാർ കൂടുതൽ സംസാരിക്കാതെ പോ. രാഘവൻ കൊച്ചേട്ടൻ ഞാൻ ഇറക്കിക്കൊള്ളാം. പിന്നെ സാറ് പറയുന്ന പുണ്യാളിനെ ഞാനും ഒന്ന് കാണുന്നുണ്ട്. ചുമ്മാ ഒരു സൗഹൃദ സംഭാഷണത്തിന്. പുള്ളി എന്നോട് എന്താ പറയുന്നത് ഞാനും ഒന്ന് കേൾക്കട്ടെ. നീ എന്നെ ഞൊട്ടും. ഞൊട്ടിയിരിക്കും വിൻസെന്റ്, സംശയിക്കണ്ട.